നിങ്ങൾ ഈ കാണുന്ന ഈ സ്ഥലം ഇതൊരു ആക്ച്വൽ റോഡല്ല, റിയൽ ലൈഫ് റോഡ് എക്സ്പീരിയൻസ്. ലൈസൻസ് എടുത്ത് പുറത്തിറങ്ങുന്നതിന് മുന്നേ ഇവിടെ ടോക്കിയോയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈസൻസ് എടുക്കുന്നതിന് മുന്നേ നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ച് പ്രാക്ടീസ് ചെയ്യാനും കൈ തെളിയാനുമായിട്ടുള്ള ഒരു പ്രത്യേക സ്ഥലം ഇവിടെ ടോക്കിയോയിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ടോക്കിയോയിലെ ഫുച്ചു എന്ന് പറയുന്ന സ്ഥലത്തുള്ള അവരുടെ ഡ്രൈവിംഗ് സെൻറ്റർ. ടെസ്റ്റ് സെൻറ്റർ ഞാൻ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ സംഭവം വേറൊന്നുമല്ല, ലൈസൻസ് എടുക്കുന്നതിന് മുന്നേ വണ്ടി ഓടിച്ച് പ്രാക്ടീസ് ചെയ്ത് കൈ തെളിയാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ സാധാരണ ഡ്രൈവിംഗ് സ്കൂളുകൾ ഗ്രൗണ്ടിലും മറ്റിടത്ത് കൊണ്ടുപോകും, പിന്നെ അല്ലാതൊക്കെ റോഡിൽ ഇറക്കും. ഇവിടെ ആ പരിപാടിയും നടക്കില്ല. ഗ്രൗണ്ടിലൊന്നും നമുക്ക് പോയി വണ്ടി ഓടിക്കാൻ പറ്റില്ല. എവർ ഈ പറഞ്ഞിരിക്കുന്ന ഡെസിഗ്നേറ്റഡ് ഏരിയയിൽ മാത്രം വന്ന് ഓടിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇതിനകത്ത് എന്താ പറയാൻ, ചെറിയ ചെറിയ മുടുക്കുണ്ട്, ചെറിയ ഇടനാഴികളുണ്ട്, പിന്നെ വലിയ പാലമുണ്ട്, ഇറക്കമുണ്ട്, കുത്ത് കയറ്റമുണ്ട്, കുത്തിറക്കമുണ്ട്. പിന്നെ ഒരു ശരിക്കുമുള്ള സ്ട്രീറ്റിൽ എങ്ങനെയായിരിക്കും, ജപ്പാൻ്റെ സ്ട്രീറ്റ് എങ്ങനെയായിരിക്കും ആക്ച്വലായി കാണുന്നതെന്നുള്ളത് കംപ്ലീറ്റ് അവർ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഓടിച്ച് നമ്മൾ പുറത്തിറങ്ങുമ്പോഴത്തേക്കും ഇതിനകത്ത് പ്രാക്ടീസ് ചെയ്ത് പുറത്തേക്ക് കഴിഞ്ഞാൽ റിയലായിട്ട് നമ്മൾ വണ്ടി റോഡിൽ ഓടിക്കുമ്പോഴത്തേക്കും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല. അതിനു വേണ്ടി ചെയ്തിരിക്കുന്ന പരിപാടിയാണ്. ജാപ്പനീസ് ഡ്രൈവേഴ്സ് ലൈസൻസ് എടുക്കുന്നതിന് മുന്നേ ഉള്ള പ്രാക്ടീസ് ചെയ്യാനുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മളോട് വരുന്നതിന് മുന്നേ വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുക്കുക, നമ്മുടെ വണ്ടി കൊണ്ടുവരിക, വണ്ടി ഓടിക്കുക, പ്രാക്ടീസ് ചെയ്യുക, കൈ തെളിയുക, ലൈസൻസ് എടുക്കുക, അത്രയുള്ള പരിപാടി.